വെൽക്കം ടു ഹീനാസ് ഫ്ലവേഴ്സ്. ഇന്ന് ഞാനൊരു മട്ടൺ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഒരു 1 kg മട്ടൺ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു കഷ്ണം ചെറിയ ഉള്ളിയാണ് നല്ലത്. എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ വലിയ ഉള്ളി ഇട്ടത്. അതും ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഇത് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് കുക്കറിൽ വേവിക്കാൻ വെക്കട്ടെ. ആദ്യം വേവാകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ മട്ടൺ വേകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി കുറച്ച് കുരുമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം, കുറച്ച് പച്ചമല്ലി, ഒരു സ്റ്റാർ ഫ്ലവർ ചെറുത്, 2-3 ഏലക്ക, 3-4 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, ഇത്രയും സാധനങ്ങൾ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. ഇത് നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വഴറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഞാൻ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച വലിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ഞാൻ അതിൻ്റെ കൂടെ 2-3 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് അത്യാവശ്യം നന്നായി വഴറ്റണം. പിന്നെ നമ്മൾ മട്ടൻ ചേർത്തിട്ട് പിന്നെ വഴറ്റുമ്പോൾ ബാക്കിയും കൂടെ നന്നായിട്ട് എല്ലാം കൂടെ ചേർന്ന് സെറ്റായിക്കോളും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പൊടിച്ച് വെച്ച് സ്പൈസസ് ഇട്ട് നന്നായിട്ട് ഇളക്കാം. സ്പൈസസ് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച മട്ടൻ ഇതിൽ ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഓൾറെഡി വേവിക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഇനി നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് എടുക്കണം. അപ്പോൾ ഈ ഉള്ളിയിൽ മസാലയിലും കിടന്നിട്ട് വെള്ളം വറ്റി വരണം. നമ്മുടെ ആവി വറുക്കുന്ന മട്ടൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.